ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു കുക്കറിലേക്ക് 1 കപ്പ് പാസ്തയും അതേ അളവിൽ 2 കപ്പ് വെള്ളവുമാണ് വേണ്ടത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിന് പുറമെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അത് അടച്ചു വെച്ച് 5-6 വിസിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുത്ത പാസ്ത നമുക്ക് എന്ത് ചെയ്യാം, വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമുറി ഉള്ളി ചെറുതാക്കി അരഞ്ഞ് അതിലേക്കിട്ട് നന്നായി വീണ്ടും വഴറ്റിയെടുക്കുക. അതും നന്നായി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് പല വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ചോളം, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കിട്ടാത്ത കാരണം നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ പാൻ എടുത്ത് മാറ്റി വെച്ച് അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ആ ബട്ടർ നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, 2 ടീസ്പൂൺ മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അതിനോട് യോജിപ്പിക്കാം. ബട്ടറും പാലും കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് ചേർത്ത് കൊടുക്കണേ, കാരണം അത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തെടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി അതൊരു ക്രീമി പരുവത്തിലാവണം. ഇതാണ് നമ്മുടെ വൈറ്റ് സോസ്. പാസ്തയിലേക്കുള്ള വൈറ്റ് സോസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഇത് ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പെപ്പർ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതാ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാസ്ത എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട, പാസ്ത നമുക്കിനി വീട്ടിലും ട്രൈ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.